ആർക്കാണ് തിരിച്ചടി? ഇത്തരം ആരോപണങ്ങളുടെ പേരിലാണ് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ ചർച്ച വരുന്നതെങ്കിൽ ആരായിരിക്കും തിരിച്ചടി നേരിടുന്നത്? ഇപ്പോൾ കേരളത്തിലെ നിലവിലുള്ള CPM പാർലമെൻ്ററി പാർട്ടിയിൽ തന്നെ ഇത്തരം കേസെന്നല്ല ഞാൻ പറയുന്നത്, അതിലുമൊക്കെ ഗുരുതരമായി പരാതിക്കാർ വന്ന് കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ട് പിന്നെ ജാമ്യത്തിൽ നിൽക്കുന്ന വ്യക്തി ഉൾപ്പെടെയില്ലേ? അപ്പോൾ ഇത്തരം ഒരു വിഷയം ഉയർത്തിക്കൊണ്ടു വന്നാൽ ധാർമ്മികതയാണ് രാഷ്ട്രീയ ചർച്ച ചെയ്യപ്പെടുന്നതെങ്കിൽ അത് CPM-ന് തന്നെ ആയിരിക്കും തിരിച്ചടിയായി മാറുന്നത്. തെരഞ്ഞെടുപ്പിലൂടെയാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനെ നേരത്തെ തെരഞ്ഞെടുത്തു. രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നത് അങ്ങനെയാണ്. അപ്പോൾ ആ ഒരു പദവി ഒഴിയുമ്പോൾ ഇനി തെരഞ്ഞെടുക്കപ്പെടുന്ന ആളെ ഏത് രീതിയിൽ വരുന്നതാണ്? ഈ സാമുദായിക സമവാക്യങ്ങൾ പാലിക്കപ്പെടേണ്ടതുണ്ട് എന്ന് താങ്കൾക്ക് തോന്നുന്നു? യൂത്ത് കോൺഗ്രസ് കോൺഗ്രസിൻ്റെ പ്രസിഡന്റിനെ തീരുമാനിക്കേണ്ടത് യൂത്ത് കോൺഗ്രസ് ദേശീയ നേതൃത്വമാണ്. അപ്പോൾ ആ കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. സാമുദായിക സമവാക്യങ്ങൾ ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ യൂത്ത് കോൺഗ്രസിൽ പരിഗണിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ അത് കേവലം റൂമറുകൾ മാത്രമാണ്. ഒരു കാലഘട്ടത്തിലും അങ്ങനെ യൂത്ത് കോൺഗ്രസ് അങ്ങനെ ഒരു സമുദായ പരിഗണനയിലല്ല പോയിട്ടുള്ളത്. പാർട്ടിയെ സംബന്ധിച്ച് സോഷ്യൽ റെപ്രസെൻറ്റേഷൻ ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അത് നമ്മുടെ ഭരണഘടന ഉറപ്പ് നൽകുന്നതുമാണല്ലോ. പക്ഷേ യുവജന പ്രസ്ഥാനത്തെ സംബന്ധിച്ച് അങ്ങനെ സാധാരണഗതി പറയാറില്ല. അങ്ങനെ ഒരു പരിഗണന ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുമില്ല. അത് യൂത്ത് കോൺഗ്രസ് അവരുടെ നേതൃത്വത്തെ വളരെ കൃത്യമായി തന്നെ തിരഞ്ഞെടുക്കും. ഇന്ത്യയിൽ തന്നെ ഏറ്റവും മാതൃകാപരമായ ഒരു ഇന്റേണൽ ഡെമോക്രസിയെ സംബന്ധിച്ച് ഏറ്റവും ശക്തമായ ഒരു ഉദാഹരണമാണ് യൂത്ത് കോൺഗ്രസ് നടക്കുന്ന സംഘടനാ തെരഞ്ഞെടുപ്പ്. കേരളത്തിൽ ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. ആ ഒരു സാഹചര്യത്തിലാണല്ലോ ഈ സാമുദായിക സമവാക്യം പാലിക്കണം എന്നുള്ള ചർച്ചകൾ വരുന്നത്. അത്തരത്തിലുള്ളൊരു ചർച്ച ആവശ്യമില്ല എന്നുള്ളതാണ്. അല്ല, എനിക്ക് മനസ്സിലാവുന്നൊരു കാര്യം, മാധ്യമ വാർത്തകൾക്കപ്പുറത്ത് യൂത്ത് കോൺഗ്രസ്സിൽ ഏതെങ്കിലും തരത്തിൽ ഇത്തരം ഒരു ആർഗ്യുമെൻ്റ് ഉയർന്നതായിട്ട് എനിക്കറിയില്ല. പാർട്ടിക്ക് മുമ്പിലും KPCCയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി എന്നതിൽ എനിക്കറിയില്ല അത്തരം ഒരു ആർഗ്യുമെൻ്റ് എവിടെയെങ്കിലും ഔദ്യോഗികം ഉയർന്നിട്ടുള്ളതെന്നുള്ളത്. ഇപ്പോൾ മാധ്യമ വാർത്തകൾ അതിനോട് പ്രതികരിക്കേണ്ടതില്ല എന്നാണല്ലോ. അവസാനമായിട്ടൊരു കാര്യം, ഈ MLA സ്ഥാനം രാജിവെക്കാതിരുന്ന സ്വാഭാവികമായിട്ട് CPM ഇത് അടുത്ത ഇലക്ഷൻ വരെ ഈ ക്യാമ്പയിന് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻനിർത്തി കോൺഗ്രസിനെതിരെയുള്ള ക്യാമ്പയിൻ മുന്നോട്ട് പോകുന്നത് അത് വലിയൊരു തിരിച്ചടിയാവില്ലേ പാർട്ടിക്ക്? ആർക്കാണ് തിരിച്ചടി? ഇത്തരം ആരോപണങ്ങളുടെ പേരിലാണ് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ ചർച്ച വരുന്നതെങ്കിൽ ആരായിരിക്കും തിരിച്ചടി നേരിടുന്നത്? ഇപ്പോൾ കേരളത്തിലെ നിലവിലുള്ള CPM പാർലമെൻ്ററി പാർട്ടിയിൽ തന്നെ ഇത്തരം കേസെന്നല്ല ഞാൻ പറയുന്നത്, അതിലുമൊക്കെ ഗുരുതരമായി പരാതിക്കാർ വന്ന് കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ട് ജാമ്യത്തിൽ നിൽക്കുന്ന വ്യക്തി ഉൾപ്പെടെയില്ലേ? അപ്പോൾ ഇത്തരം ഒരു വിഷയം ഉയർത്തിക്കൊണ്ടു വന്നാൽ ധാർമ്മികതയാണ് രാഷ്ട്രീയ ചർച്ച ചെയ്യപ്പെടുന്നതെങ്കിൽ അത് CPM-ന് തന്നെ ആയിരിക്കും തിരിച്ചടിയായി മാറുന്നത്.